ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മുൾട്ടാണി മിൽട്ടി എന്നുള്ളത്. അത് നമ്മളൊരു ടീനേജിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടുതലായിട്ട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് നമുക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് വരും. ഒരു 9 to 10 ഏജിന്റെ ആ ഒരു ഏജിന്റെ ടൈമിലാണ് നമുക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങുക. അവർക്ക് നല്ല രീതിയിൽ സ്കിന്നിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല പിമ്പിൾസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മുൾട്ടാണി മിൽട്ടി. നിങ്ങൾക്ക് അറിയാം, ഇതൊരു ക്ലേ ടൈപ്പാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, നമുക്ക് ഏത് ടൈപ്പ് സ്കിന്നാണോ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മളെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൾട്ടാണി മിൽട്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഫേസ് പാക്ക്, അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്, ചിലപ്പം ബോഡി വൈറ്റനിങ് ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഒരു മുൾട്ടാണി മിൽട്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഏത് സ്കിൻ ടൈപ്പിനാണ് നല്ലത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടും ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് അങ്ങ് വാഷ് ഔട്ട് ചെയ്യും. ഈ രീതിയിലാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ അറിയെങ്കിൽ ഈ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഏത് പാക്കാണെങ്കിലും, അതായത് ഈ മുൾട്ടാണി മിൽട്ടീന്റെ ഏത് പാക്കാണെങ്കിലും കൂടുതൽ ടൈം നമ്മളെ ഒരു ഫേസിൽ അബ്സോർബ് ചെയ്യാൻ വെച്ചേക്കരുത്. ഒന്നാമത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പാണ് മുൾട്ടാണി മിൽട്ടി. നമ്മളിപ്പോൾ ഒരു ക്ലേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുപോലെ തന്നെയാണ് ഈ മുൾട്ടാണി മിൽട്ടീന്റെ കാര്യത്തിലും. അത് നമ്മൾ ഒരു അപ്ലൈ ചെയ്ത് എന്തെങ്കിലും പാക്കൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓയിൽ അബ്സോർബ് ചെയ്യാൻ കുറച്ച് കൂടുതൽ കഴിവുള്ളതൊന്നാണ് മുൾട്ടാണി മിൽട്ടി. അപ്പോൾ നമ്മളൊരു ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങളത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അത് ഡ്രൈ ആവാൻ തുടങ്ങും. പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഫേസിൽ കൂടുതൽ ടൈം അത് വെക്കുന്നതിനനുസരിച്ചിട്ട് അത് നമ്മളെ ഓയിൽ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ആകെ കുറച്ച് ഓയിലേ ഉണ്ടാവുള്ളൂ, അത് അങ്ങ് വലിച്ചെടുക്കാൻ തുടങ്ങും. പിന്നെ നമുക്കൊരു സ്കിന്ന് ഒരു ഭയങ്കര ടൈറ്റ് ആയി, ഡ്രൈ സ്കിന്നുകാരെ കാര്യമാണ് പറയുന്നത്, ടൈറ്റ് ആവാൻ തുടങ്ങും. പിന്നെ ചെറിയ ലൈൻസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഡ്രൈ സ്കിന്ന് കൂടുതലായിട്ട് നിങ്ങളത് പ്രിഫർ ചെയ്യേണ്ട തന്നെയാണ്. ഒരു പാക്കായിട്ട് കൂടുതൽ ചെയ്യേണ്ട. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ, ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കൂടുതൽ ടൈം വെക്കാനും പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. ഇതേപോലെ നമ്മൾ ഈ ഒരു മുൾട്ടാണി മിൽട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മളൊരു പാക്കായിട്ട് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് എവിടെയാണ് പിമ്പിൾസ് ഉള്ളത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഫേസ് മൊത്തത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം ഒരു 5 മിനിറ്റിനെ കൊണ്ട് തന്നെ അത് ഡ്രൈ ആവാൻ തുടങ്ങും. ഭയങ്കര ക്വാണ്ടിറ്റിയിലല്ല അത് അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ലൈറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ചിലപ്പം കുറേ അതിന് പൗഡർ എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളത് ഒരുപാട് ഇങ്ങനെ നമ്മളൊരു ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യരുത്, ഒരു ലൈറ്റ് ലെയർ ആയിട്ടാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓയിലി സ്കിൻ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് സ്കിന്നിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക, ചെറുതായി ലൈറ്റായിട്ട്. ഓവർ പിമ്പിൾസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഭയങ്കരമായിട്ട് കുറെ ടൈം റബ്ബ് ചെയ്യാൻ നിൽക്കരുത്. ലൈറ്റ് ആയിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടുള്ള അത് ഡ്രൈ ആവും. എന്നിട്ട് നിങ്ങൾ ലൈറ്റ് ഇളം വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളത്തിലോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഈ രീതിയിലാണ് ഓയിലി സ്കിൻ ആണെങ്കിൽ ചെയ്യേണ്ടത്. അതേപോലെ മുൾട്ടാണി മിൽട്ടീന്റെ മറ്റു കുറച്ച് ഗുണങ്ങൾ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ ഓയിൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫേസിൽ വരുന്ന പോൾസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ മുൾട്ടാണി മിൽട്ടി കഴിയും. അതുപോലെ നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ മുൾട്ടാണി മിൽട്ടീനെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ ഏത് ടൈപ്പ് സ്കിന്നാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ മുൾട്ടാണി മിൽട്ടി വെച്ചിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ കൂടുതൽ ടൈം വെക്കരുതെന്ന് മാത്രം ഉള്ളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കോമ്പിനേഷനോ ഡ്രൈയോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പാക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അതിലേക്കുള്ള ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുൾട്ടാണി മിൽട്ടി 1-2 സ്പൂൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുക്കുക. ഇതേപോലെ ലൈറ്റ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ മാത്രം നോക്കുക. അപ്പോൾ ഒരു 2 സ്പൂണ് നമ്മൾ മുൾട്ടാണി മിൽട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പിഞ്ച് നോക്കിയിട്ട് നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്യുക. അതിലേക്ക് 1 സ്പൂണ് ആര്യവേപ്പിന്റെ ഇല, നിങ്ങൾ പൗഡർ ആക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ.
അതും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കഴിയുക. എന്നിട്ട് നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിടുക. ഈ രീതിയിലാണ് ഓയിലി സ്കിൻ ആണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ആണ് നിങ്ങളെ സ്കിൻ എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൾട്ടാണി മിൾട്ടി 2-3 സ്പൂൺ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അതെടുത്തിട്ട് അതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിടാം. അപ്പൊ നിങ്ങൾ കൂടുതൽ ടൈം വെക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി അധികം ടൈം വെക്കണ്ട, ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഓയിൽ വലിച്ചെടുക്കുന്നതിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ മിൾട്ടാണി മിൾട്ടി ഇപ്പൊ കോമ്പാക്ട് പൗഡർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കൂടുതലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ കോമ്പാക്ട് പൗഡർ ആയിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓയിലായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരാനും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഒരു മിൾട്ടാണി മിൾട്ടി വാങ്ങിക്കുന്ന ആളുകളാണെങ്കിൽ അതിന്റെ നല്ലത് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. നല്ല ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റോർ നോക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കുക. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൂടുതലായിട്ടും ഇതേപോലെ മിഠായി മിഠായി ഉണ്ടാക്കി എടുക്കുന്നതിനെ കൊണ്ട് തന്നെ അവ നമുക്ക് കറക്റ്റ് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് നല്ല റിസൾട്ട് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓക്കെ ആണ് എന്നുള്ളത് അതായത് നമുക്ക് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു മിൾട്ടാണി മിൾട്ടി ഉപയോഗിച്ച ആളുകൾക്ക് അത്യാവശ്യം അതിന്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. എന്തെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. അതൊരു ചളി പോലെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്ലേ ടൈപ്പ് ആണ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. പിന്നെ അതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ജെന്യൂൻ ആയിട്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ മിൾട്ടാണി മിൾട്ടി ഉപയോഗിക്കുക. അപ്പൊ ഉപയോഗിക്കേണ്ട ഈ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ. അതുപോലെ ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പോകണമെങ്കിൽ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.